യെശയ്യാ പ്രവചനം 57:18 അവൻ്റെ വഴികൾ ഞാൻ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ ആശ്വസിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുകയാണ്. നമ്മുടെ വഴികൾ അവിടെ നിന്ന് കാണുന്നുണ്ട്, നമ്മുടെ ജീവിതം അവിടെ നിന്ന് കാണുന്നുണ്ട്, എങ്കിലും അവിടെ നിന്ന് സൗഖ്യപ്പെടുത്തും. ഈ സമയം അനുഗ്രഹ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും നൈറ്റ് വിജിൽ ലോകം മുഴുവൻ നടക്കുന്നു. അതിന് ഏതാനും സാക്ഷ്യങ്ങൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ സെഷൻ നയിക്കുന്നത് ഷാലോം പ്രയർ മിനിസ്ട്രിയുടെ മാനേജരായ ബാബു നിരപ്പലാണ്. നമുക്ക് അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. സ്വരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിലെ ജെറമ്യ പ്രവചനത്തിൻ്റെ 29-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ രാത്രിയിൽ ഷാലോം ടിവിയുടെ മുമ്പിലിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ മക്കളോട് കർത്താവ് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഈ രാത്രിയിൽ ക്ഷേമകരമായ ഒരു പദ്ധതി നടപ്പാക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അനേകം നൈറ്റുൽ രാത്രികളിൽ പ്രാർത്ഥിച്ച് മടുത്തുപോയ ചിലർ ഈ സമൂഹത്തിൽ ഇരിക്കുന്നുണ്ടാവാം, ചിലയിടങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അവരോട് പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം 14-ാം തിരുവചനം, കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാത്തതായ യാതൊരു സംഭവവുമില്ല. വളരെയേറെ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മലാക്കി പ്രവചനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനത്തിലൂടെ കർത്താവ് ഈ രാത്രി തന്റെ പ്രിയ മക്കളോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ അനുഗ്രഹീതരെന്ന് ജനതകളാൽ വിളിക്കപ്പെടും, നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമെന്ന് അറിയപ്പെടുവാൻ ഞാൻ ഇടവരുത്തും. വളരെ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നൈറ്റ് രാത്രികളിൽ നമ്മുടെ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് തൻ്റെ ജനത്തെ സന്ദർശിച്ചതിൻ്റെ സാക്ഷ്യ വിവരണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുത അഭിഷേകം, അത്ഭുത വിടുതൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം ഈ രാത്രിയിൽ അയക്കാൻ പോവുകയാണ്. വചനം ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. ഉൽപ്പത്തി 18-14 കർത്താവ് പറയുകയാണ്, അവിടുത്തേക്ക് കഴിയാത്തതായി ഒന്നുമില്ല. എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ ജീവിതത്തിൽ ഇടപെട്ട്, നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട്, നിന്റെ കണ്ണുനീരിൽ ഇടപെട്ട് ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്തതായ യാതൊരു സംഭവങ്ങളുമില്ല. പ്രിയപ്പെട്ടവരെ, കടലിന് മീതെ നടന്നവൻ, ആഴിയുടെ മീതെ നടന്നു വന്ന ദൈവം, ആകാശം തുറന്ന് തന്റെ ജനത്തിന് മന്ന ഭക്ഷണമായി നൽകിയ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുക. വളരെ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓർക്കണമേ, ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇറങ്ങിയവനാണവൻ. ഹന്നായുടെ കരച്ചിൽ കേട്ട ദൈവമാണ് നമ്മുടെ കർത്താവ്. ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ഈ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കണം. എൻ്റെ ദൈവത്തിന് എല്ലാം ചെയ്യാൻ സാധിക്കും. കരച്ചിൽ കേൾക്കുന്നവനാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവർ, അപ്രകാരം കണ്ണീരോടെ പ്രാർത്ഥിച്ച എല്ലാവരും ജീവിതത്തിൽ സർവശക്തനായ ദൈവം നൈറ്റിൽ രാത്രിയിൽ ഇറങ്ങി
തൻ്റെ അത്ഭുത ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇരു കരങ്ങളും ഒന്ന് സാധിക്കുന്നവരെല്ലാവരും ഒന്ന് ഉയർത്തി, ഇരു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കുടുംബത്തോട് ചേർന്ന്, മാതാപിതാക്കളോട് ചേർന്ന്, കുഞ്ഞുങ്ങളും വലിയവരും ചേർന്ന് നല്ല ദൈവത്തെ സ്വരമുയർത്തി എല്ലാവരും സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ, യേശുവേ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ചേർന്ന് ആരാധിക്കുന്നു. ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം. അഴിമേൽ നടന്നു, അഗ്നിയിലിറങ്ങി, ആകാശം തുറന്ന സർവശക്തൻ. അഴിമേൽ നടന്നു, അഗ്നിയിലിറങ്ങി, ആകാശം തുറന്ന സർവശക്തൻ. എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. ഹന്ന കരഞ്ഞതു കേട്ടു, സാമുവേൽ ബാലനെ നൽകി. ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. ഹന്ന കരഞ്ഞതു കേട്ടു, സാമുവേൽ ബാലനെ നൽകി. ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടും നാഥൻ. കാൽവരിയിലെ രക്തം പാപമോചനമേകും. ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടും നാഥൻ. കാൽവരിയിലെ രക്തം പാപമോചനമേകും. അതുകൊണ്ട് പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. എല്ലാം എല്ലാം സാധ്യം, 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 എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. Praise the Lord. ഇരിക്കാം. സാക്ഷ്യ വിവരണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ക്യാൻസർ രോഗം അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചതിൻ്റെ വിവരണമാണ് നാം വായിച്ചു കേൾക്കുക. ഈ കത്ത് എഴുതിയിരിക്കുന്നത് നെടുങ്കണ്ടത്തു നിന്ന് ബിന്ദു ബിജു എന്ന സഹോദരിയാണ് എഴുതിയിരിക്കുന്നത്. അമ്മയുടെ ക്യാൻസർ രോഗം
സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷി വിവരണമാണ് വായിക്കുന്നത്. എൻ്റെ അമ്മയുടെ ക്യാൻസർ രോഗം മാറുന്നതിനായി പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുകൊണ്ട് ശാലോമിലേക്ക് ഫോൺ ചെയ്തിരുന്നു. അവർ സാക്ഷ്യപ്പെടുത്തുന്ന പ്രാർത്ഥന കേട്ട് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. തുടർന്ന് അവർ രോഗത്തിൻ്റെ വിവരണങ്ങൾ ഇങ്ങനെ എഴുതുകയാണ്. 2011 ഏപ്രിൽ മാസം തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സിച്ചതാണ്. 25 റേഡിയേഷനും 3 കീമോതെറാപ്പിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ പരിശോധനയ്ക്കായി പോകുന്നു. യാതൊരു കുഴപ്പവുമില്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ഒരു സൗഖ്യം കർത്താവ് ഈ സഹോദരിക്ക് നൽകുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 34 അധ്യായം അതിൻ്റെ 10 തിരുവചനത്തിൽ ഇപ്രകാരം കർത്താവ് മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടക്കാത്ത വലിയ അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കും. ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന സർവശക്തനായ ദൈവമാണ്. അവൻ വിടുതൽ നൽകുന്ന, സൗഖ്യപ്പെടുത്തുന്ന സർവശക്തനായ ദൈവമാണ്. കരമടിച്ച് നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ജീവനാണ്. എന്നെ സൗഖ്യമാക്കും യഹോവാ, എങ്ങും അവരുണ്ട്. യഹോവാ എന്നെ സൗഖ്യമാക്കും യഹോവാ, യഹോവാ എങ്ങും അവരുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ലാ സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ലാ സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. തോബീത്തിന്റെ പുസ്തകത്തിൻ്റെ 4 അധ്യായം അതിൻ്റെ 19 തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യം ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് നീ പ്രാർത്ഥിക്കുക. ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. ശ്രദ്ധിക്കണമേ, വചനം പറയുന്നു, നിന്റെ പാതകൾ നേരെയാകാനും നീ നിനയ്ക്കുന്ന കാര്യം ശുഭമായി ഭവിക്കുവാനും നിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യം പറയാൻ, ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല, എന്നാൽ എല്ലാ അനുഗ്രഹവും വരുന്നത് സർവശക്തനായ ദൈവത്തിൽ നിന്നാണ്. വളരെ ഹാലലൂയ പറയാമോ? ഹാലലൂയ, ഹാലലൂയ. പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായി, ഒരു പിതാവിന്റെ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായി MBBS എക്സാം പാസ്സായതിൻ്റെ ഒരു സാക്ഷി വിവരണമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈ കത്ത് എഴുതിയിരിക്കുന്നത് തൃശ്ശൂർ നിന്നാണ്. പോളി എന്നാണ് കത്ത് എഴുതിയ സഹോദരൻ്റെ പേര്. അദ്ദേഹം ഇപ്രകാരം എഴുതുകയാണ്: എൻ്റെ പേര് പോളി തെക്കിനടുത്ത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മകൻ ഡേവിഡ് പോളിക്ക് കർത്താവായ യേശു നൽകിയ അനുഗ്രഹത്തിന് സാക്ഷ്യമായിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മകൻ MBBS ഫൈനൽ ഇയർ എക്സാമിൽ 2 സബ്ജക്റ്റിന് തോൽക്കുകയും 2012 ഡിസംബർ മാസത്തിൽ 2ാമതും എക്സാം എഴുതി. ആദ്യത്തെ എക്സാമിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു 2ാമത്തെ എക്സാം. ഡിസംബർ മാസത്തെ നൈറ്റ് വ്യൂവിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എൻ്റെ മകൻ്റെ മേൽ നിറഞ്ഞ് അവൻ പാസ്സാകണമെന്ന അപേക്ഷ ആരാധനയുടെ സമയത്ത് ഒരു പേപ്പറിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിതാവായ ദൈവത്തിൻ്റെ കരുണയും
ഈശോയുടെ അനുഗ്രഹത്താലും എൻ്റെ മകൻ അത്ഭുതകരമായി ഹൈ മാർക്കോടുകൂടെ MBBS പാസ്സായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ശലം ടിവിയുടെ മുമ്പിലിരുന്ന് ദീപികാരൻ്റെ ആരാധനയുടെ സമയത്ത് അനേകർ തങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം പ്രാർത്ഥന കേട്ട് അത്ഭുതകരമായി തന്റെ ജനത്തെ സന്ദർശിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. സമയത്തെ ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ. ചേർന്ന് നമുക്ക് ആരാധിക്കാം. അത്ഭുതമന്ത്രി വീരനം ദൈവം യേശുവേ വന്ദനം. സമാധാന പ്രഭുവേ നിത്യനാം രാജ യേശുവേ വന്ദനം. അത്ഭുതമന്ത്രി വീരനം ദൈവം യേശുവേ വന്ദനം. സമാധാന പ്രഭുവേ നിത്യനാം രാജ യേശുവേ വന്ദനം. പാടാം ഹല്ലേലൂയ, ജയ് ജയ് ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, ഹോസന്ന ഹല്ലേലൂയ. പാടാം ഹല്ലേലൂയ, ജയ് ജയ് ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, ഹോസന്ന ഹല്ലേലൂയ. സക്കറിയ പ്രവചനത്തിന്റെ 8-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം ഇപ്രകാരം പറയാണ്: ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. മത്തായി സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനം കർത്താവ് വളരെ വ്യക്തമായി തൻ്റെ ജനത്തോട് പറയുകയാണ്: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതങ്ങളിൽ കർത്താവ് തൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം വെളിപ്പെടുത്തുകയാണ്. അപ്രകാരം വെളിപ്പെടുത്തിയ അനുഗ്രഹം പ്രാപിച്ച ഒരു സാക്ഷ്യ വിവരണമാണ് നാം ഇപ്പോൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. ഈ കത്ത് എഴുതിയിരിക്കുന്ന ഇടുക്കി ജില്ലയിലെ എഴുകുവയൽ എന്ന സ്ഥലത്ത് നിന്ന് മോളി എന്നൊരു സഹോദരിയാണ് ഈ കത്ത് എഴുതിയിരിക്കുക. ഇപ്രകാരമാണ് സാക്ഷ്യ വിവരണം തുടങ്ങുക: ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ശാലോം പ്രയർ ഗ്രൂപ്പിന് ഞാൻ ഈ കത്ത് എഴുതുന്നത് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ്. ഞാൻ 2012 നവംബർ മാസത്തിൽ ഞങ്ങളുടെ മകൻ്റെ ജോലി തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട് ശാലോമിലേക്ക് കത്തെഴുതിയിരുന്നു. 8 വർഷമായി വിദേശത്ത് ജോലി ആഗ്രഹിച്ചിട്ട് പലവിധ തടസ്സങ്ങളാൽ കഷ്ടപ്പെടുകയായിരുന്നു. 2012 ജൂൺ മാസത്തിൽ വിദേശത്ത് പോയെങ്കിലും 6 മാസം ജോലി കിട്ടാതെ വിഷമിച്ച് കഴിയുമ്പോൾ ഞാൻ 2012 നവംബർ മാസം 23-ാം തീയതി ശാലോമിലേക്ക് കത്തെഴുതി. ആദ്യത്തെ പ്രാർത്ഥന അപേക്ഷ വന്നു കഴിഞ്ഞപ്പോൾ വിദേശത്ത് പോകുവാനായിട്ടുള്ള സാധ്യതകൾ കർത്താവ് തുറന്നു കൊടുത്തു. വീണ്ടും വിദേശത്ത് ജോലിയില്ലാത്ത സാഹചര്യത്തിൽ ഈ സഹോദരി വീണ്ടും മകന് വേണ്ടി കത്തെഴുതുകയാണ്. 2012 നവംബർ മാസം 23-ാം തീയതി ശാലോമിലേക്ക് കത്തെഴുതി. ഒപ്പം ജോലി കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് മഹത്വം ഉണ്ടാകുന്നതിന് വേണ്ടി സാക്ഷ്യം എഴുതി അയക്കാമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുടുംബസമേതം എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും നൈറ്റ് വിജിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. 2012 ഡിസംബർ മാസത്തിലെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ ഒത്തിരി ആഗ്രഹത്തോടെ ഈശോയോട് പ്രാർത്ഥിച്ചു. ഭൂമിയിൽ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്നുള്ള ഈശോനാഥൻ്റെ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് ഡിസംബർ മാസത്തിൽ തന്നെ ഞങ്ങളുടെ മകന് ഈശോ നല്ല ജോലി നൽകി അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ.
113 സങ്കീർത്തനത്തിൻ്റെ 9 തിരുവചനം ഇപ്രകാരം പറയാണ്: അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേക നൈറ്റ് രാത്രികളിൽ 10-15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യം നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. ഈ വർഷം ഈ നൈറ്റ് വിജിലിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അപ്രകാരം ഒരു സാക്ഷി വിവരണം വായിച്ചു കേൾക്കുകയാണ്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് വയനാട്ടിൽ നിന്ന് വിജി എന്നൊരു സഹോദരിയാണ്. വയനാട്ടിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. കുട്ടികളില്ലായിരുന്നു. ഞാൻ ഷാലോം ടി വിയിലെ പ്രോഗ്രാം കണ്ടിട്ട് 2011 നൈറ്റ് വില്ലേക്ക് ഫോൺ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. ജൂണിൽ ഞാൻ ഗർഭിണിയാണെന്ന് അറിയുകയും മാർച്ച് 30 ഞാൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ദൈവം ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി. കരങ്ങളടിച്ച് ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. കരഞ്ഞതു കേട്ടു, സമൂവേൽ ബാലനെ നൽകി. ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. ഹന്ന കരഞ്ഞതു കേട്ടു, സമൂവേൽ ബാലനെ നൽകി. ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. എല്ലാം സാധ്യം, എല്ലാം സാധ്യം, എല്ലാം സാധ്യം, എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. 72 സങ്കീർത്തനത്തിൻ്റെ 18 തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജനത്തിനു വേണ്ടി എക്കാലവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്ന വളരെ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം കൈവിടപ്പെട്ട എത്രയോ രോഗികൾ അത്ഭുതകരമായി നറ്റുൽ രാത്രിയിൽ കർത്താവിൻ്റെ വിടുതൽ പ്രാപിച്ച് സൗഖ്യമേറ്റുവാങ്ങി ജീവിതത്തിൽ അനുഗ്രഹരായി തീരുകയാണ്. യെശയ്യാ പ്രവചനത്തിൻ്റെ 35 അധ്യായം അതിൻ്റെ 6 തിരുവചനം ഇപ്രകാരം പറയാണ്: മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഒരുവന്റെ ജീവിതത്തിൽ സൗഖ്യമായി വരുമ്പോൾ അവൻ ആനന്ദം കൊണ്ട് നിറയുകയാണ്. വലതുകരം ഉയർത്തിയോ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നൽകിയ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യ വിവരണമാണ് നാം വായിച്ചു കേൾക്കുക. കോഴിക്കോട് ജില്ലയിലെ മുള്ളൻകുന്ന് എന്ന സ്ഥലത്ത് നിന്നാണ് നിർമ്മല എന്ന സഹോദരിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. സാക്ഷ്യം ഇപ്രകാരമാണ്: എനിക്ക് 4 വർഷമായിട്ട് ഗോയിറ്റർ എന്ന അസുഖമായിരുന്നു. ഗോയിറ്ററിൻ്റെ ഓപ്പറേഷനുമായി ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ ക്യാൻസർ ആണെന്ന് സംശയം പറയുകയും വിദഗ്ധ പരിശോധനയ്ക്കായി നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സമയം ഷാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഓപ്പറേഷൻ നടത്തി തുടർന്നുള്ള പരിശോധനയിൽ ക്യാൻസർ അല്ല എന്ന പൂർണ്ണ നിഗമനത്തിൽ എത്തുകയും ഗോയിറ്റർ എന്ന രോഗത്തിൽ നിന്ന് സമ്പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം പ്രദാനം ചെയ്ത പൊന്നു തമ്പുരാന് 1000 നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. കരങ്ങളടിച്ച് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ
സർവശക്തനായവരേ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കണ്ണുകളൊന്ന് അടച്ച് ഒരു നിമിഷം കരങ്ങൾ യാതനാപുരം മുമ്പിൽ ഏറെ സ്നേഹത്തോടുകൂടെ തുറന്നു പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകത്തെമ്പാടും ലക്ഷക്കണക്കിന് ദൈവമക്കള് ഈ രാത്രിയിൽ ഒന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അത്ഭുത വിടുതലും പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ ദൈവം നമുക്കായി ലോകത്തിന് അനുഗ്രഹമായി സഭയ്ക്ക് അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി, ശാലോം ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു മനസ്സോടുകൂടെ ലോകം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ അത്ഭുതകരമായ സാന്നിധ്യം വിടുതൽ നമ്മുടെ ദേശത്ത് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കും. ഈശോ പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം കരങ്ങൾ അല്പം നീട്ടിപ്പിടിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് അങ്ങ് വിളിച്ച ബെന്നി സാറിനെയും മാത്യു സാറിനെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ദൈവജനത്തിന് അനുഗ്രഹമായി അങ്ങ് ഉയർത്തിയ ശാലോം ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രോഗ്രാമുകളിലും അങ്ങയുടെ അഭിഷേകം നിറയട്ടെ. കർത്താവായ ഈശോയെ, ശാലോം ശുശ്രൂഷകളെ, ശാലോം ടിവിയെ ലോകത്തിന് ദൈവജനത്തിന് വീണ്ടും വീണ്ടും അനുഗ്രഹമാക്കി അവിടുന്ന് ഉയർത്തണമേ. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശാലോം പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശാലോം ടൈംസിനെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. സൺഡേ ശാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയ്ക്ക് അനുഗ്രഹമാക്കി വീണ്ടും ഉയർത്തണമേ. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശാലോം ടൈംസ് തമിഴ് പതിപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമിഴ് ജനതയ്ക്ക് അനുഗ്രഹമാക്കി ഈ പ്രസിദ്ധീകരണത്തെ അവിടുന്ന് ഉയർത്തണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, സോഫിയ ബുക്സിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, തിരുസഭയ്ക്ക്, ലോക ജനതയ്ക്ക്, ലോക രാഷ്ട്രങ്ങൾക്ക് ശാലോം ശുശ്രൂഷകൾ അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. ശാലോം ശുശ്രൂഷകളിലൂടെ, ശാലോം മിനിസ്ട്രിയിലൂടെ സർവ്വജനങ്ങളും യേശുവേ അങ്ങേ അറിയുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരു കരമുയർത്തി സ്വതന്ത്രമായി ശാലോം ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ദേശങ്ങൾ, ഗോത്രങ്ങൾ, വംശങ്ങൾ യേശുവിന്റെ നാമം അറിയുവാൻ ഇടവരട്ടെ. ആരാധന. ഹല്ലേലൂയ. 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 ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളടിക്കുന്നു. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. കരങ്ങൾ
കരങ്ങൾ ഉയർത്തി വീണ്ടും പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കൂടി ചേർന്ന് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്നിച്ചേക മനസ്സോടെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, ശാലോം മഹാകുടുംബത്തെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. ശാലോമിനോട് ചേർന്ന് ലോകമെമ്പാടും അധ്വാനിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അമേരിക്കയിലുള്ള ശാലോം ഓഫീസിലെ എല്ലാ ശുശ്രൂഷകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. എറണാകുളം ഓഫീസിലുള്ള എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ശാലോം ടിവിയുടെ വിതരണം ചെയ്യുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സിനെ, DTH നെറ്റ്വർക്കുകാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം പീസ് ഫെലോഷിപ്പിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ശാലോം ശുശ്രൂഷയുടെ എല്ലാ ഏജന്റുമാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതമായ അഭിഷേകം നൽകി, ഉന്നതമായ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി ശാലോം ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അധ്വാനിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവരുടെ മേലും ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടി സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ജ്വാലയായി റൂഹായേ വരേണമേ. തീ ജ്വാലയായി റൂഹായേ വരേണമേ. ആത്മാവിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. പലതരം വരുത്തിയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. തുടർന്നുള്ള സമയങ്ങൾ ആരാധനയ്ക്കായി നാം ഒരുങ്ങുകയാണ്.